ഹായ് എല്ലാവർക്കും നമസ്കാരം. നാസ് മ്യൂസിക് മൊമെൻറ്റ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ എൻ്റെ യൂട്യൂബിൽ ആദ്യമായിട്ട് ഇടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഫസ്റ്റ് വീഡിയോ ആണിത്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം 2 ആഴ്ച ഞാൻ ഏകദേശം ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട്, പക്ഷേ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ഈ ചാനലിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും യാത്രകളും ആ പ്രോഗ്രാമിൻ്റെ വിശേഷങ്ങളും അതൊക്കെ ആയിട്ടാണ്. പറ്റുമെങ്കിൽ അതും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കോർപ്പറേറ്റിൻ്റെ പ്രശ്നമില്ലാത്ത പാട്ടുകളൊക്കെ പ്രക്ഷേപണം ഇന്നത്തേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഏതായാലും വളരെയധികം സന്തോഷം. നിങ്ങളൊക്കെ ഒരുപാട് ആളുകൾ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അപ്പം ഇതുവരെ അതൊന്നും ചെയ്യാത്തവർ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബാക്കി എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇന്ന് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പോകുന്നത് വിയറ്റ്നാം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ്. അപ്പം 21-ാം തീയതിയാണ് ഈ പ്രോഗ്രാം. അപ്പം ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് യാത്ര തുടങ്ങുകയാണ്. ട്രെയിൻ വഴിയാണ് ഞങ്ങൾ കൊച്ചിയിലേക്ക് പോകുന്നത്. ഞങ്ങൾ ഏകദേശം 9 പേര് ആണ് ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പോകുന്നത്. എല്ലാ കലാകാരന്മാരെയും ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ സംസാരിച്ച് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നേരെ വീഡിയോയിലോട്ട് പോകാം. കാര്യങ്ങളും അതിൻ്റെ വിശേഷങ്ങളും യാത്രകളും അതിനുണ്ടാകുന്ന തമാശകളും നമ്മുടെ അങ്ങനെ കൊച്ചു യാത്രകളൊക്കെ, ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. വേറൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. വീഡിയോ കാണുക, പ്രോത്സാഹിപ്പിക്കുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇവിടുന്ന് ആരംഭിക്കുകയാണ്. കണ്ണൂരിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഒരു 10 മിനിറ്റ് കൊണ്ട് ട്രെയിൻ ഇവിടെ എത്തും. ഇവിടുന്ന് നേരെ എറണാകുളത്തേക്കാണ് നമ്മുടെ യാത്ര. നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 3-4 പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ കീബോർഡിസ്റ്റ് ഉണ്ട്, സുശാന്ത് ഉണ്ട്, മനോജ് ഉണ്ട്, നമ്മുടെ കമ്പോസറിസ്റ്റ് ജെയിൻ ഇവിടെ ഉണ്ട്. അങ്ങനെ ഇവരൊക്കെ ഇവിടെ വെയിറ്റിങ്ങിലാണ്. ഞങ്ങളെല്ലാവരും കൂടി 9:30 ട്രെയിനിൽ യാത്ര ഇരിക്കുകയാണ്. ബാക്കി പിന്നീട്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ ഇങ്ങനെ യാത്ര തുടരുകയാണ്. ഞാനും ആണ് അടുത്തടുത്ത് യാസിരിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ തൊട്ടടുത്തിരിക്കുകയാണ്. ഭയങ്കര റഷായിരുന്നു ട്രെയിനിൽ. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ഇരിക്കാനുള്ളൊരു സീറ്റ്. ഒരു 10 മിനിറ്റ് കൊണ്ട് ആലുവെത്തും. അവിടുന്ന് ഇറങ്ങിയിട്ട് ആലുവെത്തിയിട്ടാണ് കുറച്ച് അലുവ വാങ്ങാൻ. അതല്ലടാ, ആലുവ. അപ്പോൾ അവിടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ ഫ്രഷ് ആയിട്ടാണ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകുന്നത്. മനോജ് എന്തൊരു ഇതൊന്നും പറയുന്നില്ലല്ലോ. ഈ പാളം, ഈ റെയിൽവേ പാളം ട്രെയിനിലുള്ളത്. ഈ പാളം എങ്ങനെ ഉണ്ടാക്കിയത്? നമ്മുടെ പാളോ ഇന്ത്യൻ റെയിൽവേ നമ്മൾ ബ്രിട്ടീഷുകാർ നമുക്ക് ദാനം തന്നിട്ട് പോയതാ മലയാളികൾ. എന്നിട്ട് അവരെ ഇൻസൾട്ട് ചെയ്തിട്ട് അങ്ങനെ ആക്കില്ല. അതായി ഒച്ച അല്ലേ? ഞാൻ എന്താ പറയണ്ട, അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് ആലുവയിലെ നമ്മുടെ ദേവുവിൻ്റെ വീട്ടിലെത്തി. ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ ചായ കുടിച്ചപ്പോൾ ഒരു പാട്ട് പാടാം. നിയാസിൻ്റെ നേതൃത്വത്തിൽ ഒരു ചെറിയൊരു പാട്ട് പാടാൻ വേണ്ടി ദേവു ഉണ്ട്, മനോജ് ഉണ്ട്, സുശാന്ത് ജഡ്ജസ് ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പാട്ട് പാടല്ലേ? ഓക്കെ, റെഡി. മോഹം കൊണ്ടു ഞാൻ മധു തേടിപ്പോയി നീളേ താഴെ തളിരാർന്ന പൂവനങ്ങൾ കൊണ്ടു ഞാൻ മധു തേടിപ്പോയി. ദേവുവിന് വേണ്ട ഒരു ചായയൊക്കെ കുടിച്ച് ഒരു പാട്ടൊക്കെ പാടിയിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഒരു 7 മണിയാകുമ്പോൾ എയർപോർട്ടിലേക്ക് പോകും. അങ്ങനെ നമ്മൾ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വാഹനത്തിൽ. ഇതാ ഞങ്ങൾ ഇവിടെ എത്താറായി.
അങ്ങനെ ഞങ്ങൾ ഇവിടെ ബോർഡിംഗ് പാസ് കിട്ടി, എമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞു. ഇതിവിടെ ഓക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ്. സണ്ണുണ്ട് ഇവിടെ, സൗണ്ട് ഓപ്പറേറ്റർ ഇവിടെ, സന്തോഷുണ്ട്, പിന്നെ നിയാസുണ്ട്. എല്ലാവരും ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ വിയറ്റ്നാമിനുള്ള യാത്രയിൽ ഞങ്ങൾ എയർപോർട്ടിലെത്തി. എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞു. ബോർഡിംഗ് പാസ് കിട്ടി, എമിഗ്രേഷൻ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ വന്നിട്ടൊരു ചായ കുടിക്കാമെന്നുള്ളൊരു ചെറിയ തീരുമാനം വന്നപ്പോൾ ചായക്ക് 300 രൂപ. അപ്പോൾ തൽക്കാലം ചായ, ആ ഒരു ആഗ്രഹം അവിടെ അവസാനിപ്പിച്ചു. ചായ കുടിക്കുന്നില്ല. ഞങ്ങൾ 5 പേരുണ്ട്. 1500 രൂപ കൊടുക്കേണ്ടി വരും. ഇതിൻ്റെ അകത്താണ്. അപ്പോൾ ചായ കുടിയില്ല. അപ്പോൾ ഇനി നമ്മുടെ വണ്ടി വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. വരട്ടെ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. ഫ്ലൈറ്റ് ഇപ്പോൾ പോകും. ആൾക്കാരുടെ മനോജ് ഇവിടെ ഇരുന്നിട്ട്. അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ചുവന്ന ഡ്രസ്സ് ഇട്ട് അവരുടെ അടുത്ത് പറഞ്ഞിട്ട് കുറച്ച് മെല്ലെ പോകാൻ പറഞ്ഞിട്ടുണ്ട്. അധികം സ്പീഡ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈമാണ് പിന്നെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തത്. അപ്പോൾ കട്ടർ ചാടിക്കരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ട്, നമ്മളെ കുറച്ച് മെല്ലെ പോകാം. ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞു മെല്ലെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ പറ്റൂല, സ്പീഡ് തന്നെ പോകും. ഓക്കെ, അപ്പോൾ അതെന്തായാലും കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. ഞങ്ങൾ ഇവിടെ ഇറങ്ങി. വിമാനം ഇവിടെ കിടക്കുന്നത്. ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളെ കയറ്റാൻ വേണ്ടി ഒരു ബസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ബസ്സിൽ കയറിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ വിയറ്റ്നാം എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഞങ്ങളിതാ നമ്മുടെ പ്രോഗ്രാം സ്ഥലത്തേക്ക് എയർപോർട്ടിൽ നിന്ന് നേരെ തിരിച്ചു വന്ന് യങ്ങിനെ പരിചയപ്പെട്ടു. നമ്മുടെ ഡ്രൈവർ ഇന്നോവ വണ്ടിയും കൊണ്ട് നമ്മളെ കൂട്ടാൻ വന്നത്. യുങ് നെയിം അച്ഛാ ചിരി ഹേ യുങ് യുങ് യും യാ യും യും അങ്ങനെ പറയണം. മനോജേ, ആ സ്മാർട്ടാണ് ആള്. അടിപൊളി. ജാക്കി ചാൻ്റെ ഒരു അമ്മാവനായിട്ട് വരിക. ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു കാഴ്ചയാണ് കേട്ടോ. രാത്രി കാഴ്ചയാണ്. ഇതുണ്ടോ, എന്ത് രസമാണ് കാണാൻ. ഞങ്ങളൊരു 35ാം നിലയിലുള്ള റൂമിലാണ് താമസിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു 7 മണിക്ക് 6 മുക്കാലൊക്കെ ആയിട്ടുണ്ട്. വണ്ടിയൊക്കെ ഇങ്ങനെ പോകുന്ന നോക്കി അല്ലേ. ഭയങ്കര രസമാണ് കാണാൻ. അടിപൊളിയല്ലേ. ഇതിങ്ങനെ കണ്ടപ്പോൾ നിങ്ങളെന്ത് കാണിക്കണം തോന്നി. വിയറ്റ്നാമിലെ ബന്ധാൻ മാർക്കറ്റാണ്. അവിടെ ഇങ്ങനെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ വേണ്ടി, എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഇങ്ങനെ വന്നാണ് ഇവിടെ. നമസ്തേ. അപ്പം അച്ഛ അല്ല, നല്ല സാധനങ്ങളുണ്ടെന്നാണ് പുള്ളി പറയുന്നത്. നമസ്തേ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു.
താങ്ക് യു. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ലേഡീസിനും ജെൻസിനൊക്കെ പറ്റിയ ബാഗുകൾ, ചെരുപ്പുകൾ, ഷൂകൾ, അതിനിടയ്ക്ക് ഒരു പുള്ളിക്കാരി ഇവിടെ നിന്നിട്ട് ഫുഡ് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇവിടുത്തെ റേറ്റും നമ്മുടെ റേറ്റുമായിട്ട് ഒരുപാട് മാറ്റമുണ്ട്. ഇവിടെ കുറവാണ്. നമുക്ക് ഇവിടെ ലക്ഷത്തിൻ്റെയൊക്കെയാണ് കണക്ക് പറഞ്ഞത്. 75,000 50,000 ഒക്കെയാണ് ഇവിടെ റേറ്റ് പറഞ്ഞത് ഓരോ സാധനത്തിനും. ചെറിയ ചെറിയ ബാഗ്സുകൾ, സ്പെക്സുകൾ, അതിൻ്റെ പുറത്തുതന്നെ ഒരു സാമ്രാജ്യം, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒരുപാടുണ്ട്. ഇത് നമ്മുടെ വിയറ്റ്നാമിലെ ബൻഡാൻ മാർക്കറ്റ്. ഇവിടെ വിയറ്റ്നാം റോബസ്റ്റ, അങ്ങനെ കോഫി, ടീ, അങ്ങനെയുള്ളൊരു ഐറ്റംസാണ് ഇതൊക്കെ. പക്ഷേ വില വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഏകദേശം അതേ ഒരു റേറ്റ് തന്നെയാണ് ഇവിടെ ഒരു കാഷ്യൂനട്ടൊക്കെ ചോദിച്ചപ്പോഴേ നമ്മുടെ നാട്ടിലത്തെ റേറ്റ് തന്നെയാണ് പറയുന്നത്. ഇപ്പം നല്ല മഴ പെയ്യാന്ന് നോക്കുന്നുണ്ട്, അതിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. ഇവിടെയുള്ള ഐറ്റംസാണിത്. പിന്നെ നമ്മുടെ ശ്രീയേട്ടൻ ഇവരായിട്ട് സംസാരിക്കുക, വിലപേശമാണ്. ഭയങ്കര റേറ്റാണ് ഇവർ പറയുന്നത്. ശ്രീയേട്ടൻ ഇങ്ങനെ ഓരോ സാധനത്തിനും റേറ്റ് ഇങ്ങനെ, പുള്ളിക്ക് കുറച്ച് ലാംഗ്വേജ് അറിയാം. ഇവിടെ വിലപേശലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മയെ പറ്റില്ല എന്നാ പറയുന്നത്. അവർ കരയാണ് കേട്ടോ. എത്ര ബോക്സ് വേണം? 400 രൂപ. 400 രൂപ അര കിലോ. 400 രൂപ വില വരുന്ന പറഞ്ഞു ഇവിടുത്തെ ഈ സാധനം അര കിലോ. ഏകദേശം അതേ റേറ്റ് നമുക്ക് അവിടെ കിട്ടുന്ന സാധനമാണ്. ഇവിടെ കോഫി അപ്പം തന്നെ പൊടിച്ചു കൊടുക്കുക ഇവർ ചെയ്യുന്നത്. ഇവിടെ പൊടിച്ചു കൊടുക്കുക. നമ്മൾ ആവശ്യപ്പെട്ട അപ്പോൾ തന്നെ ഈ വിയറ്റ്നാം കോഫി അത് പൊടിച്ചു കൊടുക്കും. ഇല്ല ചേച്ചി, അടിപൊളി സംഭവം. ഇതാണ് കോഫി. സനല് സിംഗർ അല്ല, രവി അല്ല, അത് സനല്. 1 bag. How much kg? You need 25 cup. 1,40,000 പറയുന്നത് ഇതിന്. കാക്കിലോന്, അതായത് ഇവിടുത്തെ നമ്മുടെ ഒരു 300 രൂപ അങ്ങനെ എന്തോ വരും. ഇതൊക്കെ ഇവിടെയുള്ള ഐറ്റംസുകളാണ്. ഗ്രീൻ ടീ, എലിപ്പൻ്റ് കോഫി, ആനക്ക് കോഫി, അങ്ങനെയുള്ളത്. അറേബ്യൻ കോഫി. പിന്നെ ഇവിടെ വിയറ്റ്നാം കോഫി, വാനില കോഫി, വിയറ്റ്നാം കോഫി, വെസൽ കോഫി, അങ്ങനെ ഒരുപാട്, കോക്കനട്ട് കോഫി, ഒരുപാട് ഐറ്റംസ്. അതുപോലെ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് വിയറ്റ്നാമിൽ വന്നപ്പോൾ ഈ ഒരു ഹോട്ടലിലാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വന്നത്. വിയറ്റ്നാം സ്റ്റൈലാണ്, ചെറിയൊരു ഷോപ്പാണ്, പക്ഷെ നല്ല ഫുഡായിരുന്നു, വലിയ കുഴപ്പമില്ല. ഞങ്ങളിങ്ങനെ കഴിച്ചു. ഞാൻ സാധാ വൈറ്റ് റൈസും ചിക്കൻ ഫ്രൈയും. അപ്പോൾ അവരതിന് ഗ്രേവിയൊന്നുമില്ല, അങ്ങനെ കഴിച്ചു. പിന്നെ ഫിഷ് കറി എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു സ്റ്റൈൽ ഫിഷ് കറിയും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് പോയി. അതിൻ്റെ ഓണറാണിത്. ഹായ്. യെസ്. അപ്പോൾ പുള്ളി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് പിന്നെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. നിയാസ് ഇരിക്കുന്നുണ്ട്, മനോജുണ്ട്, പിന്നെ ശ്രീയേട്ടൻ, പിന്നെ വിഷ്ണുണ്ട്, ശ്വേതയുണ്ട്, പിന്നെ ശ്രീയേട്ടൻ്റെ വൈഫുണ്ട്. ഇവിടെ ശ്രീയേട്ടനുള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ? ഭാഷാ പ്രശ്നം. സന്തോഷ് നമ്മുടെ സിംഗറാണ്. പിന്നെ നമ്മുടെ സനല് സൗണ്ട് മിക്സറാണ്. ഇതിന് നമ്മുടെ സ്ഥിരം ചങ്സുകൾ, കീബോർഡ് കമ്പോസർ ജെയിനും, നമ്മുടെ സുശാന്തും. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ, അടിപൊളി, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല.
ഇതിൻ്റെ മുന്നിലൊരു എന്താ പറയുക, ഒരു ഷോപ്പിംഗ് മാൾ പോലത്തെ അങ്ങനത്തെ ഒരു സംഭവം. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ സൂപ്പർ. എന്തായിരുന്നു മനോജ്? നല്ല ഫുഡായിരുന്നു. ഒരു മത്സ്യവും ചോറോ കഴിച്ച റൈസ് അടിപൊളിയായിരുന്നു അല്ലേ? വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലേ? സൂപ്പറല്ലേ ചേട്ടാ? ഓക്കെ ഓക്കെ. എന്ന് ഇവിടുന്ന ഈ ഭാഗത്തേക്ക് വരുമ്പോ ഓക്കെ ഓക്കെ ഓക്കെ. ശ്വേത കഴിച്ചതിന്റെ ബാക്കി കുറെ കാടും പാടലും ഇവിടെ ഇരിക്കുന്നു. എന്താ എന്റെ പേര്? ബൺറോ. എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ? എന്താ പേര് അറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഈ പച്ചക്കറികളൊക്കെ കുറെ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പൊ ഇത് ഇഷ്ടായി? സൂപ്പർ ടേസ്റ്റ് ആണോ? കുറെ സ്പൈസി ഒന്നുമില്ല. സ്പൈസി എരിവൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം. താങ്ക് യു. ഇത് കണ്ടോ? എല്ലാം നോക്കിയേ. ഇത് ഹോച്ചിമിൻ സിറ്റിയുടെ ഹൃദയം എന്ന് പറയും. സൈഗൺ സെന്റർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ വലിയൊരു മാള്, അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു മാള്. മിൻഹ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ കൊച്ചുകുട്ടികളൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ അങ്ങനത്തെ നല്ലൊരു വൈബാണ് ഇവിടെ. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ക്ലീൻ ഒരു സ്ഥലമാണിത്, സൈഗൺ സെന്റർ. ഇത് സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യനാണ്. ആദ്യം ഒരു പ്രതിമയാണെന്നാണ് ഞങ്ങളെല്ലാവരും വിചാരിച്ചത്. പക്ഷെ ഇതൊരു എന്താ പറയാ, ഒരു മനുഷ്യൻ തന്നെയാണ് കേട്ടോ. കാരണം ഞാൻ മനസ്സിലാക്കിയത് പുള്ളിയുടെ വയറിന്റെ ഭാഗത്ത് ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ ശ്വാസം വിടുന്നത് കാണാം കേട്ടോ. ഞാൻ അങ്ങനെയാണ് ഇതൊരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കിയത്. കണ്ണ് ചിമ്മുന്ന പോലുമില്ല, കണ്ണൊക്കെ തുറന്നു പിടിച്ച സ്റ്റഡിയിൽ ഇങ്ങനെ നിൽക്കുക പുള്ളി. ഇതൊരു ബീച്ച്, ഒരു പാർക്ക് പോലത്തെ ഒരു സ്ഥലം. പുള്ളി ഇങ്ങനെ നിൽക്കുവാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിയറ്റ്നാം ടൂറിസത്തിന്റെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഒരു ഡബിൾ ഡെക്കർ ബസ്സാണിത്. ഈ ബസ്സിന്റെ അടിയിൽ AC ആണ്, മുകളിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് തുറന്നിരിക്കും. ആൾക്കാരെ മൊത്തം ഇങ്ങനെ കയറ്റും. എന്നിട്ട് ഇതിങ്ങനെ ഓടിച്ചു പോകും. നമ്മളെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുകളിൽ നിന്ന് എല്ലാ താഴേക്കുള്ള വ്യൂ അതുപോലെ എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് വിയറ്റ്നാം നമ്മുടെ ഈ സിറ്റി സൈഗോൺ സിറ്റി നമ്മളിങ്ങനെ കണ്ട് കറങ്ങി പോവുകയാണ്. ഈ ബസ്സിനകത്ത് കുറച്ച് എന്തായാലും ഒരു 10, 25, 30 അതിലധികം ആൾക്കാർ മുകളിലിരിക്കുന്നുണ്ട്. ഇതൊരു ടൂറിസത്തിന് ഏറ്റവും മുതൽക്കൂട്ടാവുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. മൊത്തം ടൗണ് ചുറ്റിക്കുകയാണ് ഇതിൻ്റെ പുറത്തിരുന്നിട്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ എപ്പോഴും ബസ് ഇങ്ങനെ ഒന്ന് പോയി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത ബസ് ഉണ്ടാവും. ഇങ്ങനെ ബസ് പോയിക്കൊണ്ടിരിക്കും. രാത്രിയിലാണ് ഇത് കൂടുതലും ഈ ഒരു സർവീസ് എനിക്ക് തോന്നുന്നത്. ഒരു ക്ലീൻ സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഈ ഒരു ടൗണ്. കണ്ടോ, ഒരുപാട് കെട്ടിടങ്ങൾ, സമുച്ചയങ്ങളും അതുപോലെ നല്ല ക്ലീൻ ആയിട്ടുള്ള വൃത്തിയുള്ള ഒരു ടൗൺ കൂടിയാണ് ഒരു സിറ്റി. ഹോച്ചിമിൻ സിറ്റി എന്ന് പറയുന്നത് ഇതുണ്ടോ, എല്ലാവരും ആസ്വദിച്ചു പോവാണ്, എൻജോയ് ചെയ്യണം എല്ലാവരും. ഒരു ഹായ്. താങ്ക് യു. അപ്പോൾ എല്ലാവരും എല്ലാം വിയറ്റ്നാമീസാണ് നമുക്ക് ഇവിടെ ഉള്ളത്. എൻ്റെ പാട്ടും അതിൻ്റെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ബിൽഡിങ്സുകൾ നമുക്ക് കണ്ടോ, ബിൽഡിങ്സുകളുടെ ഒരു കൂമ്പാരമാണ് ഇവിടെ. ഒരു 10-30 പേര് ഈ നമ്മുടെ ഈ ബസ്സിനകത്ത് യാത്ര ചെയ്യാണ്. എല്ലാവരും നല്ല കമ്പനിയാണ്, നല്ലൊരു ഫാമിലിയാണ് എല്ലാവരും. ഓക്കെ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹോച്ചിമിൻ സിറ്റിയിലെ കൂടി ഞങ്ങളിങ്ങനെ യാത്ര തുടരുകയാണ്. നല്ല നല്ല ബിൽഡിങ്ങുകൾ. നമ്മളൊക്കെ ഇതുവരെ അധികം ആൾക്കാർ, ഞാനൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു സംഭവം. ഈ ഒരു ബിൽഡിംഗ് ഇങ്ങനെ ലൈറ്റുകൾ, ഇത്ര ഒരു സംഭവം, നല്ലൊരു ക്ലീൻ സിറ്റി ആദ്യമായിട്ട് കാണുന്നതാണ്. അടിപൊളിയാണ്. ഇവരൊക്കെ എല്ലാവരും വീഡിയോ എടുക്കുന്നു, ഫോട്ടോസ് എടുക്കുന്നു, എൻജോയ് ചെയ്യണം എല്ലാവരും. ഇതൊക്കെ വിയറ്റ്നാമീസാണ്. ഇത് ഞങ്ങൾ നമ്മൾ ഒരു 5-10 പേര് മാത്രം മലയാളികളെന്ന് പറയാൻ പറ്റുമോ?
അടിപൊളി സംഭവമാണ് എന്തായാലും. ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും വേണം. ഓഡിറ്റോറിയത്തിൽ ഞങ്ങളിന്ന് പ്രോഗ്രാം ചെയ്യുന്ന ഓഡിറ്റോറിയം, അതായത് വിയറ്റ്നാമിലെ ഇക്ടോറിയം എന്ന് പറയുന്ന ഒരു ഓഡിറ്റോറിയത്തിലാണ് പ്രോഗ്രാം ചെയ്യുന്നത്. ഇവിടെ കണ്ടോ, ഇവിടെ ഓണത്തിൻ്റെ പൂവൊക്കെ ഇടുന്നത് വിയറ്റ്നാമിലെ കുട്ടികളാണ്. അവരാണിത് സെറ്റ് ചെയ്യുന്നത്. യുവർ നൈം? മിസ് വിയറ്റ്നാം? ഓക്കെ, വിയറ്റ്നാമിലെ ആളുകളാണ് ഇവിടെ ഇത് ഓണത്തിൻ്റെ ഫ്ലവർ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ, വെരി നൈസ്, നന്നായിട്ടുണ്ട്. ഓ സൂപ്പർ, നൈസ്. ഇത് രണ്ടുപേരും, നിങ്ങൾ രണ്ടുപേരും കൂടി. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ ഓഡിറ്റോറിയത്തിലൊന്ന് കയറി നോക്കാം. ഇവിടെ ഓണത്തിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓണാഘോഷത്തിൻ്റെ ഒരുക്കങ്ങൾ. ഞങ്ങൾ എവിടെ എത്തി? ഇവരെന്തോ പ്രോഗ്രാം ഉണ്ടെന്ന് തോന്നുന്നു. ഇവരുടെ വിയറ്റ്നാം അവരുടെ കുട്ടികളുടെ എന്തോ ഒരു പ്രോഗ്രാം അവർ പ്രാക്ടീസ് ചെയ്യേണ്ട സമയം. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കൂടെ പ്രാക്ടീസ്. അവരിപ്പോൾ ഈ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ലൊരു ഓഡിറ്റോറിയം, നല്ല സെറ്റപ്പ്. ഇതാണ് ഓഡിറ്റോറിയം. അപ്പോൾ ഇത് ഇവർ എന്തോ ഒരു പ്രാക്ടീസിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് തോന്നുന്നത്. കുട്ടികളിങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. ഇവരുടെ ഒരു വിയറ്റ്നാം, എനിക്ക് തോന്നുന്നു വിയറ്റ്നാമിൻ്റെ ട്രഡീഷണൽ എന്തോ ഒരു ഐറ്റം ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ പാട്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ള എന്തോ ഒരു മിക്സ്ഡ് പ്രോഗ്രാമാണ്. എല്ലാവരും നമുക്ക് കാത്തിരുന്ന് കാണാം. അതിൻ്റെ പ്രാക്ടീസാണ് അവരിപ്പോൾ. എനിക്ക് തോന്നുന്നത് ഇവർ നമ്മുടെ ഒരു തിരുവാതിര, ഒരു ക്ലാസിക്കൽ ഡാൻസിൻ്റെ ആ ഒരു സ്റ്റൈലുള്ള സംഭവമാണ് ഇവർ ചെയ്യുന്നത്. ആ ഒരു സ്റ്റൈലാണ് ഇവർ ചെയ്യുന്ന ഒരു സംഭവം. അതെന്തായാലും റെക്കോർഡിംഗ് ഒന്നുമില്ല, വെറുതെ ഇവർ ചെയ്യുകയാണ്. ഇനിയിപ്പോൾ റെക്കോർഡൊക്കെ വന്ന് പാട്ടൊക്കെ വരുമ്പം പിന്നെ അവരുടെ യൂണിഫോമും ഇതൊക്കെ വരും, മേക്കപ്പൊക്കെ വരുമ്പോൾ ചിലപ്പോൾ മാറുമായിരിക്കും.
അപ്പോൾ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് അവർ ചെയ്യാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഞാനാദ്യം വിചാരിച്ചത് ഇവരുടെ ഒരു എന്തോ ട്രഡീഷണൽ ഡാൻസ് ഐറ്റംസ് ആയിരിക്കുന്നതാണ്. പക്ഷേ ഇവർ തിരുവാതിരയാണ് ചെയ്യാൻ പോകുന്നതാണ് ഇപ്പോൾ ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇവരിത് പഠിച്ചിട്ട്, ഇവിടുത്തെ വിയറ്റ്നാമിലെ കുട്ടികൾ ഇത് പഠിച്ചിട്ട് ചെയ്യുകയാണ് തിരുവാതിര. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. എന്താണെന്ന് നമുക്ക് നോക്കാം ഇവരെങ്ങനെ ഇത് ചെയ്യുന്നു എന്നുള്ളത്. ഹാപ്പി ഓണം. അങ്ങനെ തിരുവാതിരയുടെ വിയറ്റ്നാമീസ് അവതരിപ്പിക്കുന്ന തിരുവാതിരയുടെ പ്രാക്ടീസ് ആരംഭിക്കും. സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിയറ്റ്നാമിലെ പെൺകുട്ടികൾ അവതരിപ്പിച്ച തിരുവാതിര നല്ല രസമുണ്ടായിരുന്നു കാണാൻ. വിയറ്റ്നാമിലെ സുന്ദരികൾ അവതരിപ്പിച്ച തിരുവാതിരക്കളിയും ഒപ്പനയൊക്കെ ആയിരുന്നു. പക്ഷേ ഈ ഒപ്പന നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂകളുള്ളതുകൊണ്ട് അതിൻ്റെ ഓഡിയോ പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഓഡിയോ മ്യൂട്ട് ചെയ്തത്. നല്ലൊരു പാട്ടായിരുന്നു അവർ പാടിയത്. ചിത്ര പാടിയ ഒരു ഒപ്പന ഗാനമായിരുന്നു പാടിയിരുന്നത്. വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ആസ്വദിക്കാനും കാണാനായിട്ട് അവർ അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് ആ ഒപ്പനയും തിരുവാതിരയും അവർ അവിടെ അവതരിപ്പിച്ചത്. നന്നായിട്ട് തന്നെ അതെല്ലാവരും എൻജോയ് ചെയ്തിട്ടുമുണ്ട്. എല്ലാവരും ആടിപ്പാടി തിമിർത്തു ഈ ഒരു ഒപ്പനപ്പാട്ട്. എന്തോ ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. സൂപ്പറായിരുന്നു, ഒന്നും പറയാനില്ല. ഞങ്ങൾ പ്രോഗ്രാമൊക്കെ അടിപൊളിയാക്കി കഴിഞ്ഞ് വീണ്ടും നമ്മുടെ വിയറ്റ്നാം എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. തിരിച്ച് ബാംഗ്ലൂരിലേക്കാണ് യാത്ര. നാളെ ബാംഗ്ലൂരിലാണ് പ്രോഗ്രാം. ഇപ്പോൾ 2 മണിക്ക് മറ്റുമാണ് ഇവിടുന്ന് ഫ്ലൈറ്റ്. അപ്പം ഫുഡൊക്കെ കഴിച്ചത് എല്ലാവരും അടിപൊളിയായിട്ട് നമ്മൾ എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ബാംഗ്ലൂരിലേക്കുള്ള യാത്രയാണ്. ഇതാണ് നമ്മുടെ വിയറ്റ്നാം എയർപോർട്ട്. ഒരുപാട് ഫ്ലൈറ്റുകൾ ഇങ്ങനെ ഇവിടെ ലാൻഡായിട്ട് കിടക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി വന്നോന്നറിയില്ല. ചൈന ഈസ്റ്റേൺ എന്നിട്ട് ആ വണ്ടി അവരുടെ ആ കമ്പനിയുടെ വണ്ടിയാണ്. ഇത് ഇവ എയർ എന്ന് പറഞ്ഞൊരു വണ്ടിയുടെ കിടക്കുന്നുണ്ട്. അങ്ങനെ നല്ലൊരു എയർപോർട്ടിലാണ് വിയറ്റ്നാമിൻ്റെ. ഞങ്ങളിവിടെ എത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് 1 മണിക്കൂറുണ്ട് കൊൽക്കട്ട ടു ബാംഗ്ലൂർ. പോക്ക് ഇത് പോകുന്നത് ഭയങ്കര സ്പീഡ് കേട്ടാൽ. ഇപ്പം കൊൽക്കട്ടയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് നമ്മൾ മാറി കയറിയതാണ്. പ്രോഗ്രാമൊക്കെ ഗംഭീര അടിപൊളിയായിട്ട് വന്നു. തിരിച്ച് കൊൽക്കട്ടയിലെത്തി. കൊൽക്കട്ടയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഇപ്പോൾ സമയം 7 മണി 6:45 സമയം. ഒരു 8 മണിക്ക് എത്തുമായിരിക്കും ബാംഗ്ലൂരിൽ. ഇത് ടേക്ക് ഓഫിൻ്റെ അല്ല, ഇത് ഇതാ പൊങ്ങി മോനെ മോനെ. അങ്ങനെ എന്താ പറയുക, നമ്മുടെ ഈ വിയറ്റ്നാം പര്യടനം പ്രോഗ്രാം എന്താ പറയുക തുടങ്ങി തീരുന്നവരെ വീക്ഷിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. തിരിച്ച് ബാംഗ്ലൂരിലെത്തി. ബാംഗ്ലൂരിൽ പ്രോഗ്രാം കഴിഞ്ഞ് വീണ്ടും നാളെ നാട്ടിലെത്തും. ഇതാണ് വിയറ്റ്നാം ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. നിങ്ങളെല്ലാവരും കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തെറ്റുകളൊക്കെ എന്തൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് എന്താക്കണം, നിങ്ങൾ ക്ഷമിക്കണം, സഹിക്കുക, പ്രോത്സാഹിപ്പിക്കുക. വീണ്ടും ഞാൻ പറയുകയാണ്, എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.